ഈ നിയമനിർമ്മാണങ്ങളും നിലപാടുകളും മനുഷ്യർ പറയുന്ന വിദ്വേഷത്തിൻ്റെ വാക്കുകളും സമൂഹത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുന്നവർക്കിടയിൽ ഒരു ബോധ്യവും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ രാജ്യം മുഴുവൻ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. കൗലിഞ്ചിങ് നടക്കുന്നു, മോബ് ലിഞ്ചിങ് നടക്കുന്നു, പല ദേവാലയങ്ങളും ആക്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം ജബൽപൂരിൽ ഒരു വൈദികനെയും അവരെയുമൊക്കെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലും മർദ്ദിച്ചു എന്നാണ് വാർത്ത വരുന്നത്. ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അത് യോഗി പറഞ്ഞിട്ടാണോ ചെയ്തത്? അത് നരേന്ദ്രമോദിജി പറഞ്ഞിട്ടാണോ ചെയ്തത്? അത് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ ചെയ്തത് എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഓരോ വാർത്തകളും ഓരോ നിലപാടുകളും അത് വ്യാഖ്യാനിച്ചെടുക്കുന്ന രീതിയും ഓരോ നിയമനിർമ്മാണങ്ങളും സമൂഹത്തിലേക്ക് പടർത്തുന്ന ഒരു വിദ്വേഷത്തിൻ്റെ വായുവുണ്ട്. ആ വായു അത് പല രൂപത്തിൽ പല ഭാവത്തിൽ സമൂഹത്തിൽ പ്രതിഫലിക്കും. അതൊക്കെയാണ് ഉണ്ടാവുക. ഇപ്പോൾ RSSൻ്റെ ഓർഗനൈസർ ഒരു ലേഖനം എഴുതി, അവർ ആ ലേഖനം പിൻവലിച്ചതുകൊണ്ട് ഇത് വായിച്ചവരുടെ മനസ്സിലും അറിഞ്ഞവരുടെ മനസ്സിൽ നിന്നും ഇത് മാഞ്ഞു പോവുമോ? ഒരിക്കലും പോവില്ല. പിന്നെ വഖഫ് ബില്ല് പാസ്സാക്കിയ ഉടനെ തന്നെ അങ്ങ് ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നു, വഖഫ് ബില്ലിനെ എതിർക്കുന്നവർ രാജ്യദ്രോഹികൾ, ജയിലിലടയ്ക്കും. ഇത്തരം പ്രസ്താവനകളൊക്കെ അവർ നടത്തി സുഖമായി വാഹനത്തിൽ വീട്ടിൽ പോവും. തെരുവിലടിക്കുന്നത് മനുഷ്യരാണ്. ഇത്തരം പ്രസ്താവനകളാണ് ഈ പ്രതികരണങ്ങൾക്ക് കാരണമായിത്തീരുന്നത്. ഈ രാജ്യത്ത് നടത്തുന്ന നിയമനിർമ്മാണങ്ങൾ, ആ നിയമനിർമ്മാണത്തിലൂടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം, ആ സന്ദേശമൊന്നും ആ നിയമനിർമ്മാണത്തിൻ്റെ സ്പിരിറ്റിലോ അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടോ അല്ല ഇന്ത്യ പോലൊരു രാജ്യത്ത് താഴെയുള്ള മനുഷ്യർ പ്രവർത്തിക്കുന്നത്. അതിനു പകരം അവരതിൽ നിന്ന് കിട്ടിയ ആ കണ്ടൻറ്റിനെയോ കാമ്പിനെയോ സ്വീകരിച്ച് അവർ മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിച്ചു പോയി. അന്ന് പോകണമെങ്കിൽ പോകാമായിരുന്ന മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ മതേതരത്വ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചവർ ഇവിടെ നിന്നു. ആ വിഭജനം ചോരപ്പുഴ ഒഴുക്കുന്നതായിരുന്നു. അതുണ്ടാക്കിയ കഷ്ടനഷ്ടങ്ങൾ ഇന്നും നമ്മൾ പലരുടെയും പുസ്തകത്തിൽ വായിച്ചാൽ കണ്ണ് നിറഞ്ഞു പോകും. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കബന്ധങ്ങൾ നിറയുന്ന തെരുവുകളാണ് ഈ രാജ്യത്തുണ്ടായത്. അപ്പോൾ അന്ന് മുതലേ അതൊരു സ്പിരിറ്റായി അവിടെയുണ്ട്. പിന്നെ തൊട്ടടുത്ത രാജ്യം പാകിസ്ഥാൻ ആയതുകൊണ്ട്, അതൊരു മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമായതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്നത് രാഷ്ട്രീയ രാജ്യവ്യത്യാസങ്ങൾക്കപ്പുറത്ത് അതുമൊരു വലിയ മതപരവും വർഗീയവുമൊക്കെയായ സംഗതിയുടെ ഒരടിത്തറയായി മാറി. ഇത് വർഷങ്ങളായി ഇങ്ങനെ തട്ടിപ്പൊത്തി പൊതിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നതിനിടയിലും ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും വളരെ വ്യാപകമായ കലാപങ്ങൾ പലതും ഉണ്ടായി. പ്രാദേശികമായി ഉണ്ടാകുന്ന വിഷയങ്ങൾ പിന്നീട് മഹാകലാപങ്ങളായി മാറി ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. അങ്ങനെയൊക്കെ പോയ ഭൂതകാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യത്യസ്ത പാർട്ടികളിൽപ്പെട്ട രാജ്യതന്ത്രജ്ഞർ അതിനെയൊക്കെ അണയ്ക്കാനും ആറ്റാനും ഉന്മൂലനം ചെയ്യാനും നിയന്ത്രിക്കാനുമാണ് ശ്രമിച്ചത്. എന്നാൽ ഇപ്പോൾ അത് ആളിക്കത്തിക്കുന്നതിൻ്റെ ഒരു സുഖമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പലതരത്തിൽ പല രൂപത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് മതപരിവർത്തന നിയമം. ആ നിയമം നമ്മൾ വായിച്ചു നോക്കിയാൽ നിർബന്ധിതമായി ഒരാളെ സാമ്പത്തികമോ മറ്റെന്തെങ്കിലും കൊടുത്ത് മതം മാറ്റുന്നതിനാണ് മതപരിവർത്തന നിയമം തടയുന്നത്. അത് കാണുമ്പോൾ കുറച്ച് പേരൊക്കെ പറയും, അതുകൊണ്ടെന്താ ദോഷം? അത് നല്ലതല്ലേ, അത് അംഗീകരിക്കപ്പെടേണ്ടതല്ലേ. പക്ഷേ അത് നിയമമായി അവിടെ ഇരിക്കുമ്പോൾ താഴെയുള്ള സാമൂഹ്യ വിരുദ്ധർക്കും ഗുണ്ടകൾക്കും ആരെവിടേക്ക് പോയാലും മതപരിവർത്തനത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് വാരി വലിച്ചിട്ട് അടിക്കാനുള്ള ഒരവസരം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പശുവിനെ അറുക്കരുത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സംഗതി പലയിടങ്ങളിലും പണ്ട് മുതലേ ഗോവധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പറഞ്ഞതോടുകൂടി പശുവിനെ മാത്രമല്ല, പോത്തിനെ കൊണ്ടുപോകുന്നവനെയും ഇഷ്ടമല്ലാത്തവനെയും താല്പര്യമില്ലാത്തവനെയും എല്ലാം എടുത്തിട്ടങ്ങ് അടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മറ്റേതിൻ്റെ ഇമ്പാക്റ്റാണ്. ആരാധനാലയ സംരക്ഷണ നിയമത്തിന് ഒരു ചെറിയ ഇളവ് നമ്മുടെ പഴയ സുപ്രീം കോടതി ജഡ്ജി അനുവദിച്ചപ്പോഴേക്കും അതവിടെ എങ്ങും നിന്നില്ല. ഉള്ള ആരാധനാലയങ്ങൾക്കൊക്കെയും മുന്നിലേക്ക് വിഷയങ്ങൾ വരികയും അവിടെയൊക്കെ അവകാശങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്കെത്തി. പിന്നെ ഇപ്പോൾ ഓർഗനൈസറിൻ്റെ ലേഖനം അതിട്ടതുകൊണ്ടും പിൻവലിച്ചതുകൊണ്ടും ആ വിഷയം അവിടെ അവസാനിക്കില്ല. അത് മറ്റ് പലതരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ ഇടപെടലുകൾക്ക് ഒരു വിത്ത് പാകിയാണ് അതും കടന്നു പോകുന്നത്. അതല്ലെങ്കിൽ വളരെ ബലിഷ്ഠമായ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനപ്പുറം എന്തെങ്കിലും രാജ്യത്ത് എവിടെയെങ്കിലും സംഭവിച്ചാൽ അതിനെ അതിൻ്റെ കാർക്കശ്യത്തോടെ നേരിടാൻ കഴിയുന്ന ഒരു സംവിധാനമോ
ഒരു ഏർപ്പാടുകളോ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ പിന്നെ പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ പോലൊരു രാജ്യത്ത് അതൊക്കെ വെറും സ്വപ്നം മാത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം വിദ്വേഷത്തിൻ്റെ കനലുകൾ, പ്രസ്താവനകൾ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഇത്തരം സംഭവങ്ങളിൽ യോഗിജി എന്ത് ചെയ്യും, അല്ലെങ്കിൽ നരേന്ദ്രമോദിജി എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവർ വല്ലതും പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ ഡയറക്റ്റായി കേൾക്കുമ്പോൾ നമുക്കും തോന്നും അവരൊന്നും പറഞ്ഞിട്ടല്ലല്ലോ എന്ന്. പക്ഷേ അതിൻ്റെയൊക്കെ ഉത്ഭവവും മൗനവുമൊക്കെ പല രൂപത്തിലും ഭാവത്തിലും ഇത്തരം സാമൂഹ്യ വിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങളായാണ് സമൂഹത്തിൽ മാറുന്നത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ?